ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇവിടെ ഒരു അണ്ടർ വാട്ടർ അക്വേറിയം ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് റിനോവേഷൻ വർക്ക്സ് നടക്കുന്ന കാരണം കൊണ്ട് തന്നെ ശരിക്കും ഒരു ഫിഷിൻ്റെ ഒരു ഷേപ്പിലൊക്കെയാണ് അവിടെ ഫ്രണ്ടിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ റിനോവേഷൻ വർക്ക്സ് നടക്കുന്ന കാരണം കൊണ്ട് അവിടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കയറി കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ മുകളിലോട്ട് പോകണം, പിന്നെ അതിൻ്റെ ഉള്ളിലോട്ട് പോകണം. അങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇത് ഉള്ളിലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുറച്ച് നല്ല അടിപൊളിയായിട്ട് സ്റ്റോൺ വർക്കാണ് അവിടെ ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ ക്രാഫ്റ്റും ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണുമ്പോൾ തന്നെ. നമുക്ക് നല്ലൊരു അടിപൊളിയാണ് ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പിന്നെ ഈ മീനുകളുടെ പേരുകളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. കുറേ മീനുകൾ ഇനി നമുക്കിവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നമുക്ക് പിന്നെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരുപാട് ഇവിടെ കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫൗണ്ടൈനും ആർട്ടിഫിഷ്യലാണ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കളർഫുൾ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ ആണെങ്കിൽ നമുക്ക് താഴോട്ട് പോകണം. അപ്പോൾ ഇവിടെ തന്നെ ചെറിയ ചെറിയ അക്വേറിയംസ് പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് അക്വേറിയംസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുള്ളൊക്കെ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. മീനുകൾ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, എനിക്കറിയാൻ പാടില്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഒന്ന് കറങ്ങി നടന്നു. ഇതൊക്കെ നല്ല റയർ മീനാണ്, പക്ഷെ പേരൊന്നും അറിയത്തില്ല. അതൊന്നും അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് കിടക്കുന്നതാണ് അത് കാണുന്നത് കേട്ടോ. പുറത്തേക്കായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ഇലക്ട്രിക്കലിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് സാധനമാണ്. എന്താണ് ശരിക്കും പേരെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ഫിഷുകളുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ കുറേ ഫ്രെയിംസൊക്കെ ഫിഷിൻ്റെ ഒരു വായ പോലെയൊക്കെ ഫ്രെയിംസൊക്കെ ഉണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഗപ്പിക്കൂട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു ഗപ്പിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ ഉണ്ട്. വലിയ വലിയ മീനുകളും ഉണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ടൊരു ടണലിൻ്റെ ഉള്ളിലേക്ക് പോണ പോലെയാണ്. നമ്മൾ താഴത്തോട്ട് പോകണം. എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഇനിയുള്ള മീനുകളെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഒത്തിരി മീനുകളുണ്ട്. ഈ സൈഡും ആ സൈഡും ഒക്കെ നല്ല കളർഫുള്ളായി ലൈറ്റിങ്ങും അതുപോലെ ഇങ്ങനെ വാട്ടർ ഫോൾ പോലെ ചെറുതായിട്ട് ഫൗണ്ടനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കളേഴ്സ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്കത് നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും നമ്മുടെ വീഡിയോയിൽ. പിന്നെ നല്ല അടിപൊളിയായിട്ട് അതിനകത്ത് കുറേ കോയഫിഷിൻ്റെ വേറൊരു കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ അപ്പുറത്ത്. ഇതൊക്കെ എന്ത് ടൈപ്പാണെന്ന് എനിക്ക് പറയാൻ പാടില്ല. അങ്ങനെയുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊരു നല്ലൊരു മായാലോകം പോലെയാണ് കേട്ടോ. ശരിക്കും ഫുള്ള് ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള അക്വേറിയംസ്, അതും പല പല കളറിൽ. നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ശരിക്കും വഴി തെറ്റണ പോലെയാണ്. അത് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഈ സൈഡിൽ കൂടെ പോയാലും ആ സൈഡിൽ കൂടെ പോയാലും ഒക്കെ ഫുള്ള് ഒരേപോലത്തെ അക്വേറിയംസ് ആണ്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അത് ഫുള്ള് ഒരു സിലിണ്ടർ ഷേപ്പിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതും ഓരോന്നിൻ്റെ ഉള്ളിലും കുഞ്ഞു കുഞ്ഞു മീനുകളാണെങ്കിലും കൂടിയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതൊരു പ്രത്യേക ഒരു കാഴ്ചയാണ്. വീഡിയോയിൽ അത്രത്തോളം നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ ഫുള്ള് റോക്കിൻ്റെ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫുള്ള് റോക്കിൻ്റെ ആ ഒരു ഡിസൈനിലാണ് അതിനുള്ളിലൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനുള്ളിലെ അക്വേറിയംസും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മുകളിലോട്ടും പോകാനുണ്ട്, താഴത്തോട്ടും പോകാനായിട്ടുണ്ട് കേട്ടോ. ഇനി ചെല്ലുന്ന ഒരു സൈഡ് എന്ന് പറയുന്നത് ഫുൾ കോയി ഫിഷാണ്. ഒരു പോണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ പോണ്ടിൽ ഫുള്ള് അധികം ആഴമൊന്നുമില്ലാതെ ചെറിയൊരു പോണ്ട്. അതിനകത്ത് ഫുള്ള് വലിയ കോയി ഫിഷാണ്. ഇതിനവിടുന്ന് ഫുഡ് കിട്ടും. അത് നമുക്ക് ഫീഡ് ചെയ്യാനും പറ്റും. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. നല്ല അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ടണലിൻ്റെ ഉള്ളിൽ ഫുള്ള് ശരിക്കും ദുബായ് അക്വേറിയം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അറിയാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഫിൽറ്ററൊന്നും കറക്റ്റ് വർക്ക് ചെയ്യാനായിട്ടാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെ കൂടിയിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഇഷ്ടപ്പെടും എല്ലാവർക്കും. ഇതിൽ ചെറിയ മീനുകൾ മാത്രമല്ല കേട്ടോ, കുറേ വലിയ മീനുകളും ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പുറത്തോട്ട് പോകുമ്പോൾ തൊട്ട് വലിയ മീനുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ നമ്മൾ ഫുള്ള് തല കറക്കി ഇങ്ങനെ നോക്കണം. അമ്മാതിരി ഫുള്ള് മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു സിലിണ്ടർ ഷേപ്പിൽ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇവിടേക്കൊക്കെ ചെല്ലുമ്പോൾ നിറയെ മീനാണേ. എന്തൊരു രസമാണ്. നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ ഫുള്ള് മീൻ ഇങ്ങനെ വാരി വെതറിയ കൂട്ട് ഇങ്ങനെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാവർക്കും ഈ ട്രിപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു, അമ്മമാർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ മീനുകളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്കൊക്കെ. അങ്ങനെ നമ്മളെല്ലാ മീനുകളെയും കണ്ടിട്ട് അവിടെ അടിപൊളിയായിട്ട് കണ്ടു കേട്ടോ. അതായത് പേരെനിക്കറിയില്ല, അരപ്പയ്മയോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ്. അങ്ങനെ എല്ലാ മീനുകളെയും കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണേ. അപ്പോൾ നമ്മുടെ ഈ അക്വേറിയത്തിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഈ അണ്ടർ വാട്ടർ അക്വേറിയം ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങുന്നിടത്ത് ഇങ്ങനെ പോപ്കോൺ, ടീ, അതുപോലെ ജ്യൂസസ് അങ്ങനെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്യാനായിട്ട് നിന്നില്ല കേട്ടോ. നമ്മളവിടെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്കൊരു സ്ട്രീറ്റ് ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി സ്ട്രീറ്റ് ഫുഡ്സൊക്കെ കഴിക്കുന്ന സമയത്ത് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ എൻജോയ്മെൻറ്റിൽ അത് വിട്ടുപോയി. അപ്പോൾ നമ്മളിത് പുറത്തിറങ്ങിയിട്ട് അവിടെ ഇങ്ങനെ മാങ്ങയൊക്കെ ഉപ്പിലിട്ടൊക്കെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ നല്ല ഫ്രഷ് മാങ്ങ ചെത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് തരും കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും
ഞങ്ങൾ മാങ്ങ കഴിക്കട്ടെ, നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ ബൈ.